Hi friends, Assalamualaikum, Namaskaram, welcome back to Jannath. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു അടിപൊളി നെയ്ച്ചോറും പെപ്പർ ചിക്കൻ മസാല ഉണ്ടാക്കിയാലോ? വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ രണ്ട് റെസിപ്പികളാണിത്. പെട്ടെന്ന് നമ്മൾ വല്ല ഗസ്റ്റുകൾ വരികയാണെങ്കിലോ അല്ലെങ്കിൽ വീക്കെൻഡുകളിലൊക്കെ നമുക്ക് വളരെ ചുരുങ്ങിയ നേരം കൊണ്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് റൈസ് ഉണ്ടാക്കാം. അതിനാവശ്യമായ സാധനങ്ങളാണ് ഇതൊക്കെ. മിൻറ്റ് ലീവ്സും ലെമൺ സ്ലൈസും ആണ്, കാഷ്യൂ നട്ട് ആൻഡ് റൈസിൻസ് ആണ്, ഉപ്പ്, കറുവപ്പട്ട, താക്കോലം, ഏലക്കായ്, കൈമ റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നല്ല ചെറിയ അരിയാണിത്. ഇനി ഇവിടെ ഞാൻ എടുത്തുള്ളത് പശു നെയ്യാണ്. ഇനി ആവശ്യത്തിന് വെള്ളം. ഞാൻ ഇവിടെ 4 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നാണ് കണക്ക്. അപ്പോൾ ഞാൻ ഇവിടെ 4 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ സവാള ഒന്നും വഴറ്റുന്ന പരിപാടിയില്ല. ഡയറക്റ്റ് ഉണ്ട് നമ്മൾ കറുവപ്പട്ട, ഏലം, താക്കോലം എന്നിവ ചേർത്ത് കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സവാള വഴറ്റി നേരം ഇതിന് പോകുന്നില്ല. എന്നാലോ ടേസ്റ്റിന് ഒട്ടും കുറവും വരുന്നില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് സ്റ്റൗവിൽ വെക്കാം. മൂടി വെക്കാം. ഇപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി കഴുകി വെച്ച അരി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ലെമൺ സ്ലൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലെമൺ സ്ലൈസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു സിട്രസ് ഫ്ലേവറും കിട്ടും. അതോടുകൂടി തന്നെ അരി ഒട്ടി പിടിക്കാതിരിക്കും. അതായത് ഉലർന്ന് കിടക്കും, സ്റ്റിക്നെസ് ഇല്ലാതെ. എന്നിട്ട് നമുക്കിത് മൂടി വെക്കാം മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ നമുക്ക് ഒന്ന് തുറന്ന് നോക്കി വെക്കാം. വെള്ളമൊക്കെ കുറഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഫ്രഷ് മിൻറ്റ് ലീവ്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പശു നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കവർ ചെയ്ത് വെക്കാം. ലോ ഫ്ലെയിമിലാണ് കവർ ചെയ്യേണ്ടത്. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി റൈസ് നല്ല കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നെയ്യിൽ താളിച്ച മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ ചേർക്കണം. അപ്പോൾ ഞാൻ ഇവിടെ നെയ്യ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പശു നെയ്യ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നെയ്യ് ചൂടായി വരുന്നുണ്ട്. അധികം ചൂടാവണ്ട. അപ്പോഴേക്കും നമുക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ കശുവണ്ടിയുടെ കൂടെ മുന്തിരി ഇടണ്ട. കശുവണ്ടി ഒന്ന് റോസ്റ്റായി വരുമ്പോൾ മുന്തിരി ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഉണക്കമുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഗീ റൈസിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ റൈസ് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗീ റൈസ് റെഡിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഒന്ന് ഗീ റൈസ് ഉണ്ടാക്കി നോക്കണം. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. ഇനി നമുക്ക് അടുത്തത് പെപ്പർ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതൊക്കെയാണ് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് ഈ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുന്നത് നന്നായിരിക്കും. നമ്മൾ ഗീ റൈസ് സ്റ്റൗവിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഉള്ളി വഴറ്റാൻ വെച്ചാൽ അത്രയും ടൈം നമുക്ക് ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഗീ റൈസ് ആയി വരുമ്പോഴത്തേനും നമ്മുടെ ഉള്ളി വഴന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്ക് സമയം ലാഭിക്കാം. നല്ല തിരക്കുള്ള ടൈമിലൊക്കെ അങ്ങനെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ സവാള കരിയാതെ പെട്ടെന്ന് വഴന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആ പച്ചമണമൊക്കെ പോകുന്നത് വരെ നന്നായിട്ട് നമുക്കിത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നല്ല സ്മെല്ലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പെപ്പർ ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പെപ്പർ ചിക്കൻ മസാല നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ വെള്ളത്തിൻ്റെ കുറച്ച് കുറവുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മസാലയൊക്കെ ഒന്ന് അതിൽ റെഡി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ആവശ്യത്തിന് ഒരു ഉപ്പിട്ട് കൊടുക്കാം. ചിക്കനിലേക്കുള്ള ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല നേരത്തെ. കുറച്ച് വെള്ളം കൂടി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് കവർ ചെയ്ത് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. നന്നായി കുക്കായി വന്നിട്ടുണ്ട്. നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കറിയൊക്കെ. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണ് പെപ്പർ പൗഡർ ആഡ് ചെയ്യാണ്. പെപ്പർ മസാല പൗഡർ അല്ല, പെപ്പർ പൗഡറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു ഹാഫ് തക്കാളി ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ മല്ലിയില അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കറി നല്ല കളർഫുൾ ആയിട്ടുണ്ടല്ലേ. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പെപ്പർ ചിക്കൻ റെഡിയാണ്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ, വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാൻ. അപ്പോൾ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. കാരണം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. മാത്രമല്ല നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അധിക സാധനങ്ങളില്ലാതെ തന്നെ നല്ല ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓൾ നോട്ടിഫിക്കേഷൻ കൊടുക്കുക. ബൈ ബൈ.